നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നന്ദിലത് ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 റെനോ ക്വിക്ക്. നടപടി ആവശ്യപ്പെട്ട് DGPക്ക് VD സതീശന്റെ പരാതി പരിശോധിക്കാൻ എറണാകുളം റൂറൽ SPക്ക് നിർദ്ദേശം. പ്രസംഗത്തെ അപലപിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. ദിലീപ് അനുകൂല പ്രസ്താവനയ്ക്ക് പിന്നാലെ ശ്രീനിവാസന്റെ വീടിന് നേർക്ക് കരിയോയിൽ ആക്രമണം. സംഭവത്തിൽ പരാതിയില്ലെന്ന് ശ്രീനിവാസൻ. നടിയെ ആക്രമിച്ച കേസിൽ നാദിർഷയെ ചോദ്യം ചെയ്യണമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ. പൾസർ സുനിയെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല അന്വേഷണം. കേന്ദ്ര സംസ്ഥാന സൗഹൃദം ഊട്ടിയുറപ്പിക്കുമെന്ന് അൽഫോൺസ് കണ്ണന്താനം. കേരളത്തിലെത്തിയ ടൂറിസം മന്ത്രിക്ക് BJP പ്രവർത്തകരുടെ വൻ സ്വീകരണം. ഫാസിസ്റ്റ് കൂടാരത്തിലെ സുഖം തേടിപ്പോയ കണ്ണന്താനത്തെ അഭിനന്ദിക്കേണ്ടതില്ലെന്ന് VS. പ്രായമായ VSന് എന്തും പറയാമെന്ന് കണ്ണന്താനം. തമിഴ്നാട് സ്വദേശി മുരുകന്റെ മരണത്തിൽ 2 ഡോക്ടർമാരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. അറസ്റ്റിന് സാധ്യത. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിലേക്ക്. പ്രതിഷേധവുമായി PG ഡോക്ടർമാരുടെ സംഘടന. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മുഹമ്മദ് ഷമിയും ഉമേഷ് യാദവും ടീമിൽ തിരിച്ചെത്തി. രവിചന്ദ്ര അശ്വിനും രവീന്ദ്ര ജഡേജയ്ക്കും വിശ്രമം. US ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല വീണ്ടും വിവാദ പ്രസംഗത്തിൽ. മതേതര എഴുത്തുകാരെ കൊല്ലേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണെന്നും കേരളത്തിലെ എഴുത്തുകാർ മൃത്യുഞ്ജയ ഹോമം നടത്തണമെന്നുമായിരുന്നു പ്രസംഗം. പ്രസംഗത്തിനെതിരെ VD സതീശൻ MLA പരാതി നൽകി. ഇതായിരുന്നു KP ശശികലയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു VD സതീശൻ MLAയും DYFIയും DGPക്ക് പരാതി നൽകിയത്. KP ശശികലയുടെ പറവൂരിലെ വിവാദ പ്രസംഗത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. മൃത്യുഞ്ജയ മന്ത്രം ഉരുവിടണമെന്ന് കേരളത്തിലും പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത്തരം പ്രവണതകൾ കേരളത്തിന്റെ അന്തരീക്ഷം മാറ്റിമറിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പുരോഗമനപരമായി ചിന്തിക്കുന്നവരും എഴുതുന്നവരും മൃത്യുഞ്ജയ മന്ത്രം ഉരുവിട്ടു പോകണമെന്നും അതിന്റെ ഭാഗമാകാൻ പറ്റണമെന്നും ഒക്കെ പറയാൻ കേരളത്തിലും ആളുകൾ ഉണ്ടാകുന്നു എന്നത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്ങോട്ടാണ് കേരളീയ സമൂഹത്തെ തിരിച്ചുവിടേണ്ടത് എന്ന് ഇത്തരം ചിലർ ആഗ്രഹിക്കുന്നതിന്റെ പതിപ്പായിട്ടാണ് മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ കാര്യം പുരോഗമന ചിന്താഗതിക്കാരെ ഓർമ്മിപ്പിക്കുന്നതിലൂടെ കാണാൻ നമുക്ക് കഴിയുന്നത്. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP നേതാവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, കോൺഗ്രസ് നേതാവ് മുൻ MLA ശ്രീ AA ഷുക്കൂർ, DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺകുമാർ, ആം ആദ്മി പാർട്ടി നേതാവ് ശ്രീ CR നീലകണ്ഠൻ, VD സതീശൻ MLA ടെലിഫോൺ ലൈനും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ ആ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗം നമ്മൾ കണ്ടുവല്ലോ. ഈ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശശികലയ്ക്കെതിരെ കേസെടുക്കണമെന്ന് DYFIയും VD സതീശൻ MLAയും DGPയോട് ആവശ്യപ്പെട്ടത്. അത് പരിശോധിക്കാൻ എറണാകുളം റൂറൽ SPക്ക് DGP നിർദ്ദേശം നൽകുകയും ചെയ്തു. നമ്മൾ കേട്ട ഭാഗം ഈ വിവാദ പരാമർശമുണ്ട് എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. VD സതീശനും DYFIയും ആ പരാതി ഉന്നയിക്കുന്നതും ഈ ഭാഗത്തെ പറ്റിയാണ്. അതിൽ കോൺഗ്രസിനെതിരെ പറഞ്ഞു തുടങ്ങി ഇപ്പോഴത്തെ വിവാദ വിഷയങ്ങൾ, ഗൗരി ലങ്കേഷിൻ്റെ കൊലപാതകം അടക്കം പറഞ്ഞ് കോൺഗ്രസിനെതിരെ പറഞ്ഞ് കേരളത്തിലെ മതേതര എഴുത്തുകാരും സൂക്ഷിച്ചോ, വല്ല മൃത്യുഞ്ജയ ഹോമവും കഴിച്ചോ, എപ്പോഴെന്താ സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന് ശശികലയും ഹിന്ദു ഐക്യവേദിയും നൽകുന്ന വിശദീകരണം, അത് ആദ്യം പറഞ്ഞ കർണാടകത്തിലെ കോൺഗ്രസിന് അത്തരം ഒരു കൊലപാതകം ആവശ്യമായിരുന്നു. അവർ നിലംപരിശായി കിടക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ. അത് ഉയർത്തി രാഷ്ട്രീയം കൊണ്ടുവരേണ്ടത് ആവശ്യമായിരുന്നു. അതിന് ഒരു കൊലപാതകം നടത്തി അത് RSSന്റെ മേൽ ചാരുന്നു എന്ന സൂചന നൽകിയിട്ടാണ് കേരളത്തിലെ ഈ പ്രസ്താവനയിലേക്ക് കടക്കുന്നത്. കോടതിയിൽ അല്ലെങ്കിൽ പോലീസിന് കേസെടുക്കാൻ പര്യാപ്തമാണ് ഈ പ്രസംഗമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ DYFIക്ക്? കൃത്യമായി പറയാൻ കഴിയും. കാരണം ഇതൊരു ക്രിമിനൽ ഇൻറ്റിമിഡേഷനാണ്. അതായത് വലിയൊരു കൊലപാതകത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ്. അതോടൊപ്പം തന്നെ വലിയൊരു കലാപത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ്. IPCയിലെ 506 വകുപ്പ് പ്രകാരം മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതിനാ, മൃത്യുവിൽ നിന്ന് വിജയം നേടാനാണ്, മരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തിക്കോ. അത് കേരളത്തിലെ കപട എഴുത്തുകാർ എന്ന് പ്രത്യേകം പറയുമ്പോൾ കേരളത്തിലെ കപട എഴുത്തുകാരെ കൊല ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ആഹ്വാനം. നിങ്ങൾ കരുതിയിരുന്നോ അടുത്തത് നിങ്ങളാണ് എന്നുള്ള വലിയ ഭീഷണിയാണ്.
ഇത് ദേശീയ തലത്തിലെടുത്ത പല ഭീഷണി നമ്മൾ കണ്ടിട്ടുണ്ട്. KS ഭഗവാനെതിരെ, കർണാടകത്തിലെ പ്രശസ്ത എഴുത്തുകാരൻ KS ഭഗവാനെതിരെ മിസ്റ്റർ ഭഗവാൻ അടുത്തത് നിങ്ങളാണെന്ന് വലിയ ഭീഷണിയായിരുന്നു. ഈ തീവ്ര ഹിന്ദു സംഘടനകളോ തീവ്ര വലത് സംഘടനകൾ സനാതൻ സംസ്ഥയൊക്കെ നേരിട്ട് ഭീഷണിപ്പെടുത്തായിരുന്നു. ഇത് ശശികലയുടെ ഭീഷണിയിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുന്നില്ലല്ലോ. ഞാൻ നിയമത്തിന്റെ കണ്ണിലൂടെ ഈ നിയമത്തിന്റെ കണ്ണിലൂടെ പോകുമ്പോഴും ഇത് മതി, ക്രിമിനൽ ഇന്റിമിഡേഷൻ ഇത് മതി. വലിയ പൊതുയോഗം, ആയിരക്കണക്കിന് ആളുകൾ, 1000-ലധികം ആളുകൾ, അതുപോലെ എല്ലാ ചാനലുകളും പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് കേരളത്തിലെ കപട എഴുത്തുകാർ മൃത്യുഞ്ജയ ഒരു ഹോമം വേണ്ട തയ്യാറെടുപ്പ് നടത്തിക്കോളൂ, മൃത്യുഞ്ജയ പൂജ നടത്തിക്കോളൂ. ആ മൃത്യുഞ്ജയ പൂജ നിങ്ങളുടെ മരണത്തിൽ നിന്നുള്ള മോചനം, മരണമില്ല ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തിക്കോ എന്ന് പറയുമ്പോൾ അത് നിയമത്തിന്റെ കണ്ണിൽ ഒരു പരസ്യമായിട്ടുള്ള ആഹ്വാനം തന്നെയാണ്. നിങ്ങളുടെ ദിവസം എണ്ണപ്പെട്ടിരിക്കുന്നു. ഇതിന് മുന്നിൽ കുറച്ച് ഉദാഹരണങ്ങളുണ്ടല്ലോ. MT വാസുദേവൻ നായിഡു പറഞ്ഞല്ലോ, നോട്ട് നിരോധനം ഉണ്ടായപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോഴേക്കും പറഞ്ഞു MTയോട് എത്ര മോശമായിട്ടാണ് മലയാളത്തിന്റെ വിശ്വസാഹിത്യകാരൻ MT വാസുദേവൻ നായരെ വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ദീപാ നിഷാന്ത്, നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിൽ, അവർ ഫേസ്ബുക്കിലൂടെ അവരുടെ ഒരു കമന്റ് ഇട്ടപ്പോഴേക്കും അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ വൾഗറായിട്ടുള്ള ഫോട്ടോ പ്രദർശിപ്പിച്ചു, വളരെ മോശം പരാമർശം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. കമലിൻ്റെ വിഷയം നമ്മുടെ മുന്നിലുണ്ട്. കമൽ എന്താ ആദ്യം ദേശീയഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിയേറ്ററിലെ തൻ്റെ കമൻറ്റ് പറഞ്ഞു, തൻ്റെ അഭിപ്രായം പറഞ്ഞു. അതിനുശേഷം കമലാ സുരയ്യുമായി ബന്ധപ്പെട്ട ഒരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വന്നു. അപ്പോൾ ആ ഉദാഹരണങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ വളരെ അടുത്തടുത്തായി കേരളം KP ശശികലയുടെ കാര്യത്തിൽ അത്തരമുണ്ട്. രണ്ടാമൂഴത്തിന്റെ കാര്യമുണ്ട്, അതിനു മുമ്പ് ക്ഷേത്ര സ്വത്തിന്റെ കാര്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ കുറെ അധികം കാര്യങ്ങളുണ്ട്. ചെയിൻ ഇൻസിഡന്റ് ആണ് ഇതെടുത്ത് നോക്കുമ്പോൾ. രണ്ടാമൂഴം സിനിമ, നിർമാല്യം സിനിമ ഇന്നായിരുന്നുവെങ്കിൽ കാണിച്ചു തരാമായിരുന്നു, അത്തരം കുറെ കാര്യങ്ങൾ. പക്ഷേ അത്തരം പ്രസംഗങ്ങൾ നടത്തിയ KP ശശികലയുടെ ആ നേരിട്ടുള്ള ഭീഷണി അവർക്കതറിയാം. അവർ നിരന്തരമായി അവരുടെ പ്രസംഗ ഭാഷയുടെ ഭാഗമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ആ നേരിട്ടുള്ള ഭീഷണി എന്ന പരാതി നിലനിൽക്കുമോ? ഈ പ്രസംഗം പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് പരാതി നിലനിൽക്കും. ഇതിലിപ്പോൾ ഒരു എല്ലാവരും വേണ്ടത്ര സുരക്ഷ എടുത്തോ, അതിന് ഇന്ന രീതിയിലുള്ള സുരക്ഷ എടുത്തോ, കേരളത്തിലെ കപട മതേതര വിശ്വാസികൾ എല്ലാവരും മരണത്തിൻ്റെ ഭയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുത്തോ എന്ന് പറയുമ്പോൾ തന്നെ 506 വകുപ്പ് പ്രകാരമുള്ള ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിലുണ്ട്. 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്. അതുപ്രകാരം കേസെടുക്കുന്നതിന് യാതൊരു നിയമ തടസ്സമില്ല. ശ്രീ JR പത്മകുമാർ, ഇവിടെ കോൺഗ്രസിന് കർണാടകത്തിൽ ഇത്തരമൊരു കൊലപാതകം ആവശ്യമായിരുന്നു, അത് പിന്നീട് സംഘപരിവാറിൻ്റെ മുകളിലേക്ക് ചാർത്തുന്നു എന്ന സൂചനയിലൂടെ വന്നിട്ട് കേരളത്തിലെ മതേതര എഴുത്തുകാരോട് സൂക്ഷിച്ചിരുന്നോ എന്നത് ശശികലയുടെ ഒരു മുന്നറിയിപ്പായിരുന്നു എന്നതാണ് VD സതീശൻ്റെ പരാതിയിലും ഇപ്പോൾ DYFI നൽകിയ പരാതിയിലും ഉള്ളതായിരുന്നു. അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. അത്തരമൊരു മുന്നറിയിപ്പിൻ്റെ ഒരു സൂചനയാണ് ആ പ്രസംഗത്തിലുള്ളത്. അതുകൊണ്ട് അത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു പരാതിയാണ് DYFIയും ഇപ്പോൾ VD സതീശനുമൊക്കെ നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ KP ശശികല ഉദ്ദേശിച്ചത് കേരളത്തിലെ എഴുത്തുകാരോടും കരുതിയിരിക്കണം, നിങ്ങൾക്കും ഗൗരി ലങ്കേഷിൻ്റെ അവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടായേക്കാം, അത് അവിടെ കോൺഗ്രസ് ചെയ്തു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെടാം നിങ്ങളും എന്ന മുന്നറിയിപ്പ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ശശികല നടത്തുകയായിരുന്നോ ഈ പരവൂരിലെ പ്രസംഗത്തിലൂടെ? വിജയകുമാർ, ഇതിപ്പോൾ ഉരുണ്ടുകളിയല്ലേ. ആദ്യം എന്തായിരുന്നു ഇവിടുത്തെ ഒരു പ്രമുഖ ചാനൽ ഉൾപ്പെടെ കൊടുത്തതെന്താ? മതവിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രശ്നം ഉണ്ടാക്കി പ്രസംഗിച്ചു എന്നുള്ള രീതിയിൽ കേസെടുക്കണമെന്നൊക്കെ പറഞ്ഞു. VD സതീശൻ ചാടി വീണു. അത് കഴിഞ്ഞിട്ട് ഇപ്പം മുഖ്യമന്ത്രിയുടെ ഒരു ബൈറ്റ് നിങ്ങൾ കൊടുത്തല്ലോ ഒരു പ്രസംഗത്തിൻ്റെ. അദ്ദേഹം ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു EP ജയരാജൻ മുഹമ്മദ് അലിയെ കുറിച്ച് പറഞ്ഞത്. എന്തായിരുന്നു അദ്ദേഹം കേട്ട പാടില്ലേ അദ്ദേഹം പറഞ്ഞു. അതിനേക്കാൾ മോശമല്ലേ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാൻ പറഞ്ഞു എന്ന്. എവിടെ അങ്ങനെ പറഞ്ഞത്? ഇത് കേൾക്കുന്ന ആരെങ്കിലും എഴുതി കൊടുക്കുന്നതും കേൾക്കുന്നതും പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു വാർത്ത ഉണ്ടാക്കുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം വിജയകുമാർ, ഇപ്പോൾ നിങ്ങളെ ഈ മുഖ്യധാര മാധ്യമങ്ങളുണ്ടല്ലോ, ആ മാധ്യമങ്ങളെ പൊതുസമൂഹം വിശ്വസിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം സോഷ്യൽ മീഡിയ അതിനെ കവർ ചെയ്തു. എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായി. കാര്യം ഈ മുഖ്യധാര രാഷ്ട്രീയം ഇങ്ങനെ കള്ളപ്രചരണം നടത്തരുത്. ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ വസ്തുതകളെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ്. മാധ്യമ പ്രവർത്തകർക്ക് രാഷ്ട്രീയം ഉണ്ടാകും, അവർക്ക് ചേരികളുണ്ടാവും. പക്ഷെ അവർ ചെയ്യേണ്ടത് ഏതെങ്കിലും അവരുടെ രാഷ്ട്രീയ താല്പര്യം വച്ചിട്ടല്ല വാർത്തകൾ സൃഷ്ടിക്കുന്നത്, വാർത്തകൾ ഉണ്ടാക്കേണ്ടത്. യഥാർത്ഥ വാർത്തകളെ ജനങ്ങളെത്തിക്കുക. ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങളിപ്പോൾ കാണിച്ചതിൻ്റെ അവസാനത്തെ വരി കാണിച്ചിട്ടില്ല, അവസാനത്തെ വാചകം കാണിച്ചിട്ടില്ല. RSSനെ എതിർക്കുന്ന ആളുകളെ
ആളുകളെ വലിയ മതേതരത്വവാദികളാക്കും. അതേപോലെ തന്നെ RSSനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയിട്ട് അവരെ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. RSSനെ പ്രതിക്കൂട്ടിലാക്കാൻ. അതുകൊണ്ട് ഗൗരി ലങ്കേഷിന് അതേപോലെ ഇരയാകപ്പെടും. എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ഗൗരി ലങ്കേഷിനെ പോലെ നിങ്ങളും ഇരയാക്കപ്പെടും, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്നല്ല പറഞ്ഞത്, ഇരയാക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞതാണ്. കാരണം ഇവിടെ നടക്കുന്ന സംഭവം അങ്ങനെയാണ്. കാള പെട്ടെന്ന് അറിയും മുമ്പേ കയറെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കാതെ എടുത്ത് ചാടി പുറപ്പെട്ട VD സതീശനൊക്കെ യഥാർത്ഥത്തിന്റെ ഇനിഷ്യൽ വീഡിയോ എന്നാണെങ്കിൽ അദ്ദേഹം ഇപ്പൊ വിഡ്ഢിയായി മാറിയ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ പരാതിയുടെ പേരിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കി യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. അവിടെ നടന്ന സംഭവങ്ങൾ എന്താണ്, അദ്ദേഹത്തിന് അതിന്റെ പ്രസംഗത്തിന്റെ സാരാംശം എന്താണ്, ഇതും കൊണ്ടുവരുമ്പോഴേ ജനങ്ങൾ മനസ്സിലാക്കും. പക്ഷെ അത് മുഖ്യധാര മാധ്യമങ്ങൾ നിർഭാഗ്യവശാൽ അവരുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ താല്പര്യമോ അനുസരിച്ച് ഇത് വളച്ചൊടിക്കുന്നു. സോഷ്യൽ മീഡിയ അതിനെ കവർ ചെയ്തു പുറകോട്ട് വരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ മുഖ്യധാര മാധ്യമത്തെ വിശ്വസിക്കാത്ത ഒരവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയ പോയിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ അല്ല ശ്രീ JR പത്മകുമാർ, അങ്ങനെ ഏകപക്ഷീയമായി എന്തെങ്കിലും ഒരു വാർത്ത കൊടുക്കുകയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ശശികല ടീച്ചർ പറഞ്ഞത് എന്താണോ അതിന്റെ പ്രസക്ത ഭാഗം നമ്മൾ കാണിക്കുന്നു. അതിനുശേഷം താങ്കൾ അടക്കമുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നു, അതിൽ പ്രതികരണം, അങ്ങനെ ഒരു ചർച്ചയാണല്ലോ നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു അഭിപ്രായം നമ്മൾ മുന്നേ പറഞ്ഞ് ആ അഭിപ്രായത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുവരിക എന്നൊന്നും ഉദ്ദേശമൊന്നുമില്ല. നമുക്ക് കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാം. നമുക്ക് ചർച്ചയിലേക്ക് നിങ്ങളുടെ റിപ്പോർട്ടർ ചെയ്തു എന്നല്ല പറഞ്ഞത്. ഞാൻ പൊതുവെ അങ്ങനെ പറയുകയായിരുന്നു. മാധ്യമങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഏകപക്ഷീയമായ റിപ്പോർട്ടിംഗ് ശൈലി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. അത്തരത്തിലുള്ള പരാതികളും ചർച്ച ചെയ്യപ്പെടണമല്ലോ, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. ശ്രീ A. ഷുക്കൂർ, ഇക്കാര്യത്തിൽ VD സതീശനടക്കമുള്ളവർ കള പറ്റൂ എന്ന് കേട്ടപ്പോഴേ കയറും കൊണ്ട് ചാടിയതാണോ? പ്രസംഗം എന്താണ് എന്ന് കൃത്യമായി പരിശോധിക്കാതെ കേസെടുക്കണമെന്ന് പരാതി കൊടുത്തു. കാരണം ഇതിലൊരു പ്രശ്നമുണ്ട് ശ്രീ A. ഷുക്കൂർ. നമുക്കറിയാം ഇത്തരത്തിലുള്ള വിവാദ പ്രസംഗങ്ങൾ, ഈ രീതിയിലുള്ള വളരെ തീവ്ര നിലപാടുകൾ പരസ്യമായി പറയുന്നതിലൊന്നും ഒരു മടിയും ഉള്ളയാളല്ല ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് KP ശശികല. അത് ആൾക്കൂട്ടത്തോട് പറയുക എന്നത് അവരുടെ ശൈലിയാണ്. അതിന്മേൽ നിരന്തരം വിവാദമുണ്ടായിട്ടുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യം അവർക്ക് മേൽ നിലനിൽക്കെ ഇത്തരമൊരു പരാതി VD സതീശനെ പോലെ ഒരാൾ കൊടുക്കുമ്പോൾ ഇതാ എൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞ് ശശികല തന്നെ അതിൻ്റെ വിവരങ്ങൾ മുഴുവൻ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർക്കും BJP പ്രവർത്തകർക്കും ഒക്കെ അയച്ചു കൊടുക്കുന്നു. ഈ പ്രസംഗം കേട്ടിട്ട് ഇവിടെ എവിടെയാണ് ഈ രീതിയിലുള്ള നിങ്ങളെ കൊന്നുകളയും എന്നൊരു ഭീഷണി ഉള്ളത് എന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിൽ ആ പ്രസംഗം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ഭീഷണി ഉള്ളതായി നമുക്ക് തോന്നുന്നില്ല. പോലീസ് പരിശോധിക്കട്ടെ. ഞാൻ പറയുന്നത് ഇത് കുറെ കൂടി സൂക്ഷ്മമായി വിലയിരുത്തിയിട്ട് മതിയായിരുന്നോ ഈ പരാതി കൊടുക്കേണ്ടിയിരുന്നത് എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഒരിക്കലുമില്ല. കേരള ചരിത്രത്തിൽ ശശികല ടീച്ചറുടെ ഒട്ടേറെ പ്രസംഗങ്ങൾ വിവാദമായിട്ടുണ്ട്. ഒട്ടേറെ പ്രസംഗങ്ങൾ. ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മുന്നിലെ കാണിക്കകളിൽ വീഴുന്ന, കാണിക്ക വഞ്ചിയിൽ വീഴുന്ന ആ പണം ഭക്തരുടെ അല്ലെങ്കിൽ വിശ്വാസിയുടെ ആ പണം പോലും ഇവിടുത്തെ ഭരണകൂടങ്ങൾ കൊള്ളയടിക്കുകയാണ്. അത് കിട്ടുന്ന പണം മറ്റു സമുദായങ്ങൾക്ക് കൊടുക്കുന്നു, പൊതുഖജനാവ് കാലിയാക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. അതിന് മറുപടി നിയമസഭയ്ക്കകത്ത് നിയമനിർമ്മാണ സഭയിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും പറയേണ്ടത്. അതൊക്കെ ശരിയാണ് ശ്രീ A. ഷുക്കൂർ, അതൊന്നും തർക്കമില്ല. അങ്ങനെ അത്തരം ഒരു പ്രശ്നമുണ്ട്. തന്നെയുമല്ല VD സതീശനും KP ശശികലയും തമ്മിൽ ആ രീതിയിലുള്ള സംവാദവും നടന്നിരുന്നു നിയമസഭയിൽ. കഴിഞ്ഞ പ്രശ്നം മാത്രമല്ല, അവരൊരു മതപ്രഭാഷകയാണ്. ആ പ്രഭാഷണത്തെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു സർവരും. പക്ഷെ അതിലുണ്ടാകുന്ന മതവർഗീയവാദത്തെ, രാജ്യത്തുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ എത്രമാത്രമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു തെളിവാണ് ഏറ്റവും ഒടുവിലത്തെ അവരുടെ പ്രസംഗം. ഈ പ്രസംഗം ഗൗരി ലങ്കേഷിന്റെ ഗതി കേരളത്തിലെ എഴുത്തുകാർക്ക്, മതേതര എഴുത്തുകാർക്ക്, ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പരിഭാവനമായ ഒന്നിനെ അത്തരം വിശ്വാസങ്ങളുമായി പോകുന്ന
ആശയങ്ങളുമായി പോകുന്ന എഴുത്തുകാരെ ഗൗരി ലങ്കേഷിന്റെ ഗതി വരും എന്ന് പറയുക മാത്രമല്ല, വി ഡി സതീശന്റെ 16ാം അടിയന്തരത്തിലേക്ക് പോകുന്നു. ഇതൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ മൃത്യുഞ്ജയ ഹോമം നടത്തണം. മൃത്യുവിനെ അതിജീവിക്കാൻ കഴിയുന്ന, ജയിക്കാൻ കഴിയുന്ന ഹോമത്തിലേക്ക് പോകണം. നിങ്ങൾക്ക് മൃത്യുവാണ്, നിങ്ങൾക്ക് മരണമാണ് ആസന്നമായിരിക്കുന്നത് എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് എവിടേക്കാണ് നമ്മുടെ ശരി ശരി അതാണ് അക്കാര്യത്തിലുള്ള താങ്കളുടെ നിലപാട്. ഞാൻ വരാം. ശ്രീ സി ആർ നീലകണ്ഠൻ, അത് തന്നെയാണോ ഇതിന്റെ ഒരു വിലയിരുത്തൽ? ഒരു ഭീഷണി കെ പി ശശികല നേരിട്ട് ഇവിടുത്തെ എഴുത്തുകാർക്ക് നൽകി, ഇതാ ഗൗരി ലങ്കേഷിന്റെ അവസ്ഥ നിങ്ങൾക്കും നാളെ ഉണ്ടാകാം, നിങ്ങൾ വല്ല മൃത്യുഞ്ജയ ഹോമവും കഴിച്ചോ മക്കളെ എന്ന് പറയുന്നു എന്നത് അവരുടെ ഒരു പ്രത്യക്ഷ ഭീഷണിയായി തന്നെ അന്വേഷണത്തിന്റെ പോലീസിന് കണക്കിലെടുക്കാൻ കഴിയുമോ നിയമപരമായി നോക്കിയാൽ? ഒന്നാമത്തെ കാര്യം, ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നൊരു സംശയമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ കെ പി ശശികലയുടെ പ്രസംഗം കേൾക്കാത്ത ആളുകളെ കൂടി അത് കേൾപ്പിക്കുന്ന ചാനലുകൾ, ഞാനിപ്പോൾ ചാനലുകളുടെ സ്വാതന്ത്ര്യത്തെ ഒന്നും ചോദ്യം ചെയ്യല്ല, ഏത് വിഷയവും ചർച്ച ചെയ്യാം. അപ്പോൾ അവരുടെ പ്രസംഗം കേൾക്കാത്തവരെ അവരെ കേൾപ്പിക്കുന്നു. അവരുടെ ആ റിട്ടറിക് അല്ലെങ്കിൽ ആ വർഗീയ വിഷം പരമാവധി വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയുണ്ട്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ വിഷയം, ഇത് നിയമപരമായി ശരിയാണോ അല്ലയോ എന്നിടത്താണോ ഈ ചർച്ച വരേണ്ടത്? അല്ല, അവിടെയാണ് എൻ്റെ പോയിന്റ്. നിയമപരമായി നിലനിൽക്കില്ല എന്ന് തന്നെ വെക്കുക. ഇപ്പോൾ വാദത്തിന് വേണ്ടി DYFI കൊടുത്തും സതീശൻ കൊടുത്തും തള്ളിപ്പോയി തന്നെ വെക്കുക. 506 നിൽക്കുന്നില്ല എന്ന് തന്നെ വെക്കുക. ഞാനിപ്പോൾ ഇതായിട്ട് പറയല്ല, ഒരു പ്രഗത്ഭനായ വക്കീൽ വന്നാൽ ചിലപ്പോൾ തെളിയിക്കാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇതിനൊരർത്ഥമില്ലേ? അതിനൊരു രാഷ്ട്രീയമില്ലേ? നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ? ഇതിൻ്റെ രാഷ്ട്രീയമല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഇതിൻ്റെ രാഷ്ട്രീയം എന്താ? ഇതിൻ്റെ രാഷ്ട്രീയം വളരെ പ്രകടമായി. ഇപ്പോൾ മതേതര എഴുത്തുകാർക്ക് ഇന്ത്യയിൽ ആരാണ് ഭീഷണി? ഞാൻ കൊലപാതകം തെളിയിക്കപ്പെട്ടോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നേരത്തെ DYFIയുടെ സഖാവ് പറഞ്ഞ കേരളത്തിലെ കാര്യങ്ങൾ, ഇന്ത്യയെ മുത്തമെടുത്തിട്ടുള്ള കാര്യങ്ങൾ, അനന്തമൂർത്തിക്ക് ടിക്കറ്റ് അടിക്കുകയും അനന്തമൂർത്തി മരിച്ചപ്പോൾ യുവാർ അനന്തമൂർത്തി ദക്ഷിണേന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനും ആണ്, വലിയൊരു സാംസ്കാരിക പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ബ്ലഡ് വിതരണം ചെയ്ത ആളുകൾ ആരാണ് എന്ന് ചോദിക്കണം. നമ്മുടെ ഈ ഗൗരി ലങ്കേഷ് മരിച്ചിട്ട് ഇവർ RSSനെ എതിർത്തില്ലായിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ BJP MLA ഇന്നും കർണാടകയിൽ BJPയിലെ MLA ആണ് എന്ന് JR പത്മകുമാറിനും എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇതുവരെ അദ്ദേഹത്തിനെ ആരും ഒരു പുറത്താക്കിയതായിട്ട് പോലും അദ്ദേഹത്തിന് ഒരു ഇത് കൊടുത്തായിട്ട് കേട്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെ ഇപ്പോൾ പശുവിനെ കൊന്ന ആളുകൾ, പശുവിനെ കൊല്ലരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞു, കൊന്നുകൊണ്ടിരിക്കുക. പശുവിനെ കൊല്ലുന്ന ആളുകളെ അല്ലെങ്കിൽ പശുവിനെ കൊല്ലുമെന്ന് വിചാരിച്ച് കൊന്നുകൊണ്ടിരിക്കുക. ഇത്തരത്തിൽ ഇന്ത്യയുടെ മതേതരത്വ ഘടനയെ ഒരു കാലത്തും ബഹുമാനമില്ല എന്ന് പറഞ്ഞ ശശികല ടീച്ചറെ പോലെ ഒരാൾ, അവർ മതേതര എഴുത്തുകാർക്ക് മൃത്യുഞ്ജയ പൂജ, അപ്പോൾ എല്ലാവരും മൃത്യുഞ്ജയ പൂജ ചെയ്യുമെന്നറിയില്ല. കാരണം ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം മൃത്യുഞ്ജയം, ബാക്കിയുള്ളവർക്ക് ഇനി അത് മറ്റ് മതങ്ങളിൽ വേറെ മൃത്യുവിനെ ജയിക്കാൻ വല്ല മന്ത്രം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പൂജ ഉണ്ടെങ്കിൽ ചെയ്യട്ടെ. ഇപ്പോൾ ഹിന്ദു അല്ലെങ്കിൽ അത് കുറച്ച് ഭാഗങ്ങൾക്കല്ലേ മൃത്യുഞ്ജയം ഉള്ളൂ. ഞാൻ മൃത്യുഞ്ജയ പൂജ നടത്തിയ ഒരാളാണ്, അതുകൊണ്ട് ഞാൻ പറയണേ. പിന്നെ ഞാൻ പണ്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും വന്നിട്ടില്ലേ അവിടെ. അപ്പോൾ മൃത്യുഞ്ജയ പൂജ നടത്തണമെന്ന് പറഞ്ഞാൽ നേരത്തെ DYFIയുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ മൃത്യുവിനെ ജയിക്കാൻ വേണമെന്ന മതേതര എഴുത്തുകാർക്ക് ജീവന് ആരാണ് ഇന്ത്യയിൽ ഭീഷണി എന്ന ഒറ്റ ചോദ്യം. അവരാരെ പേടിച്ചിട്ടാണ് മൃത്യുഞ്ജയ ഹോമം നടത്തേണ്ടത്? കോൺഗ്രസ്സുകാരിയാണോ, CPM കാരിയാണോ, അല്ലെങ്കിൽ ആം ആദ്മി, വേറെ ആരാണ് അവരുടെ ജീവനും വെല്ലുവിളി പരസ്യമായി? ഞാൻ കൊലപാതകം, ഇപ്പോൾ കൽബുർഗിയുടെ കൊലപാതകം തെളിയിച്ചിട്ടില്ല, അതിലൊക്കെ നമുക്ക് കോൺഗ്രസിനോടൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ എന്തായാലും ഞാനിപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയം നമ്മൾ ഇത്രയും കണ്ടിട്ട് ആരാണ് മതേതര എഴുത്തുകാർക്ക് ഇന്ത്യയിൽ ഭീഷണിയുള്ളത് എന്ന രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത്. അതാണ് ശശികല ടീച്ചർ എങ്ങനെ മറച്ചു പറഞ്ഞാലും. ഏതെങ്കിലും കോൺഗ്രസ്സുകാർ പറഞ്ഞോ ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയക്കാരെ മുഴുവൻ ഞങ്ങൾ വെടിവെച്ച് കൊല്ലുന്നോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇതുവരെ പറഞ്ഞിട്ടില്ല. കൊന്നിട്ടുണ്ടോ? ഇനിയിപ്പോൾ രാഷ്ട്രീയ അടവിൻ്റെ ഭാഗമായി കൊന്നു നോക്കിയാണ് സൂചനയെങ്കിൽ അതൊക്കെ വേറെ വിഷയമാണ്. അവിടെ തന്നെയാണ് അതിലെ കപട രാഷ്ട്രീയമുള്ളത്. അത് കൃത്യമായി കേരളത്തിലെ, ഇന്ത്യയിലെ എഴുത്തുകാരോട്, സാമൂഹ്യ പ്രവർത്തകരോട് ഇവർ നടത്തി വന്ന വെല്ലുവിളിയുടെ ഏറ്റവും അവസാനത്തെ കാര്യമാണ് പോയി മൃത്യുഞ്ജയ ഹോമം നടത്താൻ. ഒരു നിമിഷം സിയാർ, ഇപ്പോൾ ശ്രീമതി KP ശശികല ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി KP ശശികല, ഈ പറവൂരിലെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം ഇന്ന് VD സതീശൻ അടക്കമുള്ളവർ, VD സതീശനും DYFIയും അതിലൊരു പരാതിയുമായി DGPയെ സമീപിച്ചിട്ടുണ്ട്. അതിൽ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ DGP എറണാകുളം റൂറൽ SPക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മതേതര എഴുത്തുകാരെ ഭീഷണിപ്പെടുത്തുന്ന ഭാഗങ്ങൾ പ്രസംഗത്തിലുണ്ട് എന്നതാണ് ഒരു പരാമർശം.
മറ്റൊന്ന് ആ വേദിയിൽ ആ സമ്മേളനത്തിൽ വി.ഡി. സതീശനെ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ 16 അടിയന്തരം ഇവിടെ നടത്തുമെന്ന് പറഞ്ഞു എന്നതാണ് വി.ഡി. സതീശൻ്റെ മറ്റൊരു പരാതി. ഈ പരാതിയെക്കുറിച്ച് ശ്രീമതി കെ.പി. ശശികലയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഈ 16 അടിയന്തരവും ഞാനാണോ പറഞ്ഞത്? അങ്ങനെയില്ല, കെ.പി. ശശികല പറഞ്ഞു എന്നല്ല, ആ വേദിയിൽ പ്രസംഗിച്ച ചിലർ അങ്ങനെ പറഞ്ഞു എന്നതാണ് വി.ഡി. സതീശന്റെ പരാതി. ശരി. ഈ പ്രസംഗത്തിന്റെ ഫുള്ള് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനി അത് ആവശ്യമുള്ളവർ കേൾക്കുക എന്നുള്ളതാണ് ഇതിലേക എനിക്ക് ഉത്തരം പറയാനുള്ളത്. പരാതി കൊടുത്തതിൽ വളരെ സന്തോഷം. ഈ വിഷയം കോടതിയിൽ എത്തണം. ഞാനും കോടതിയിൽ പോവുകയാണ്. മാനനഷ്ടത്തിന് ഏഷ്യാനെറ്റ് ചാനലിനെതിരെ ഞാൻ മാനനഷ്ടത്തിന് കേസ് എടുക്കാൻ പോവുകയാണ്. കാരണം ഇതിന്റെ ഫുൾ ടെക്സ്റ്റ് എന്റെ കയ്യിലുണ്ട്, ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവര് പോട്ടെ, പരാതി കൊടുത്തത് വളരെ സന്തോഷം. DGP അന്വേഷിക്കട്ടെ, ജാമ്യമില്ലാത്ത വകുപ്പ് ചുറ്റി എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. ഈ വിഷയം എങ്ങനെയായാലും കോടതിയുടെ മുന്നിലെത്തണം. നെറികെട്ട രാഷ്ട്രീയക്കാരുടെ തനി നിറം അങ്ങനെയെങ്കിലും കേരളം അറിയണം. ഞാൻ ഇതിലിപ്പോൾ ആ പ്രസംഗത്തിലെ പരാമർശങ്ങൾ അതിന്റെ ഭാഗമായി ഒന്ന് ചോദിച്ചോളട്ടെ. നമ്മുടെ ഇപ്പം കർണാടകയിൽ മാത്രമല്ല, ഇന്ത്യയിലാകെപ്പാടെ എഴുത്തുകാർക്കെതിരെ, പ്രത്യേകിച്ച് ഈ സംഘപരിവാർ വിമർശകരായ എഴുത്തുകാർക്കെതിരെയുള്ള ഭീഷണി, അത്തരം ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നത് കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പട്ടിക കൊടുത്തിട്ട് ആ പട്ടികയിലെ എഴുത്തുകാർക്ക് മുഴുവൻ സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർക്ക്. നമ്മുടെ ഗിരീഷ് കർണാട് അടക്കമുള്ളവർ ആ പട്ടികയിലുണ്ട് താനും, അവർക്ക് സംരക്ഷണം കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരം ഒരു ഭീഷണി രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. അത് കേന്ദ്ര സർക്കാരും സമ്മതിച്ചിട്ടുള്ളതാണ്. ഈ ഭീഷണി മുഴക്കുന്നത് തീവ്ര ഹിന്ദുത്വ നിലപാട് വെച്ചു പുലർത്തുന്ന സംഘടനകളുമാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ കർണാടകയിൽ ഗൗരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അത് കോൺഗ്രസിന് അത്തരം ഒരു കൊലപാതകം നടത്തണം എന്ന് ഒരു സൂചന, അല്ലെങ്കിൽ കോൺഗ്രസിനാണ് അത്തരം ഒരു കൊലപാതകം നടത്തേണ്ട ആവശ്യമുള്ളത് എന്ന് താങ്കൾ പ്രസംഗിക്കുമ്പോൾ അത് കോൺഗ്രസ് ആ കൊലപാതകം ചെയ്തു എന്ന് വേണം, അതിൽ നിന്നും താങ്കൾ അങ്ങനെ കരുതുന്നു എന്ന് വേണം വിലയിരുത്താൻ. അത്തരമൊരു പ്രസംഗം നടത്തി കേരളത്തിലെ മതേതര എഴുത്തുകാരും മൃത്യുഞ്ജയ ഹോമം നടത്തണമെന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐയും വി.ഡി. സതീശനും പറയുന്നത് ഇവിടുത്തെ മതേതര എഴുത്തുകാർക്കുള്ള സംഘപരിവാറിന്റെ ഒരു ഭീഷണിയാണ്, ഒരു മുന്നറിയിപ്പാണ്. നിങ്ങളും നാളെ ഇരയാക്കപ്പെട്ടേക്കാം, കൊല ചെയ്യപ്പെട്ടേക്കാം എന്നത്. അതിനർത്ഥം അത് താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഭീഷണിയാണ് എന്നതാണ് അവരുടെ വ്യാഖ്യാനം, വിലയിരുത്തലും. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനൊരു സാമാന്യ ബുദ്ധി മാത്രമുള്ള ആളാണ്. 1 മണിക്കൂർ ചോദ്യം മുഴുവൻ ഓർത്ത് വെച്ചുകൊണ്ട് ഉത്തരം പറയാൻ എനിക്ക് സാധിക്കില്ല. ഞാനൊരു അധ്യാപികയാണ്, അത്തരം ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ചില ചോദ്യങ്ങൾ ചോദിക്കുക, അതിന്റെ ഉത്തരം പ്രതീക്ഷിക്കുക. അപ്പൊ താങ്കൾ ഒരു 5-8 ചോദ്യം എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഒരു സാമാന്യ ബുദ്ധി ഉള്ളു എനിക്കൊക്കെ. അല്ല, ആയിക്കോട്ടെ, ഞാനത് ചോദ്യം ചെയ്യുന്നില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ. കേരളത്തിലെ എഴുത്തുകാരോട് നിങ്ങൾ മൃത്യുഞ്ജയ ഹോമം നടത്തിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ താങ്കളുടെ ഭാഗത്തു നിന്നും അവർക്കെതിരെയുള്ള ഒരു ഭീഷണിയാണ് എന്നാണ് പറയുന്നത്. അതെ, കേന്ദ്ര ഗവൺമെന്റ്, താങ്കൾ പറഞ്ഞ ഒരു വാചകം, കേന്ദ്ര ഗവൺമെന്റ് ഏതാനും എഴുത്തുകാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ തലം തന്നെയാണ് ഞാനും സംസാരിച്ചത്. കാരണം എന്തുകൊണ്ട് എന്ന് പറഞ്ഞാല് ഇപ്പോഴുള്ള കേന്ദ്ര ഗവൺമെന്റിനെ വികസനത്തിന്റെ കാര്യത്തിലോ അഴിമതിയുടെ കാര്യത്തിലോ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് പ്രതിക്കൂട്ടിൽ നിർത്തണമെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ അത് ഉണ്ടാക്കും എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അത്തരം ആളുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞത്. അത്തരം ഒരു പ്രൊട്ടക്ഷനെ ഞാനൊരു വിശ്വാസി എന്ന നിലയിൽ അത് കാര്യം മനസ്സിലാകത്തക്ക വിധത്തിൽ പറഞ്ഞതാണ്. മൃത്യുഞ്ജയ ഹോമം കഴിച്ചോളും, കാരണം നിങ്ങളുടെ കാര്യം അല്ലെങ്കിൽ, കാരണം നിങ്ങളെ ഇരയാക്കിയാൽ കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ സാധിക്കുള്ളൂ. പാപ്പർ സ്യൂട്ട് കൊടുക്കേണ്ട സ്ഥിതിയിലെത്തിയ കോൺഗ്രസിന് എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണമാണ്. അധികാരമില്ലെങ്കിൽ കരക്കി പിടിച്ചിട്ട മീനാണ് കോൺഗ്രസ്. അതല്ല അങ്ങനെ ഒരു ഭീഷണി, അത് കുറെ കൂടി എളുപ്പമായി. അങ്ങനെ ഒരു ഭീഷണി ഉള്ളത് തീവ്ര ഹിന്ദുത്വ സംഘടനകളിൽ നിന്നാണ്. അല്ല, ഹിന്ദുത്വ സംഘടനകളിൽ നിന്നല്ല, പിന്നെ കോൺഗ്രസിൽ നിന്നാണോ? സംഘടനകളുടെ തലയിലിട്ടുകൊണ്ട്. അല്ല, ഞാൻ ചോദിച്ചോളട്ടെ, സംഘപരിവാറിനെതിരെ എഴുതുന്ന പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഈ രാജ്യത്തെ ഭീഷണിയുള്ളത് കോൺഗ്രസിൽ നിന്നാണോ? സംഘപരിവാറിനെതിരെ എഴുതാത്തവരാരാ? അതെ, ഞാൻ ചോദിച്ചുകൊള്ളത് അതാണ് ഞാൻ ചോദിക്കുന്നത്. സംഘപരിവാറിനെതിരെ എഴുതുന്നു എങ്കിൽ അല്ല, അങ്ങനെയുള്ളവർക്ക് ഭീഷണിയുള്ളത് കോൺഗ്രസിൽ നിന്നാണോ? അങ്ങനെ സംഘപരിവാറിനെതിരെ എഴുതുന്നവർക്ക് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണോ അവരെ ഭീഷണിപ്പെടുത്തുന്നത്? അല്ല, എല്ലാം കോൺഗ്രസ് ആണ്. പാർട്ടി കോൺഗ്രസും കോൺഗ്രസ് പാർട്ടിയും ഒരേ ലൈനിലല്ലേ പോണത്? ഞാനതല്ല ചോദിക്കുന്നത്. സംഘപരിവാറിനെതിരെ എല്ലാവരും എഴുതുന്നു വ്യാപകമായി പറയാലോ. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യവ്യാപകമായി പറഞ്ഞ എനിക്ക് ഭ്രാന്താന്ന് അറിയില്ല. അല്ലല്ല, ഞാൻ അതല്ല ചോദിക്കുന്നത്. ടീച്ചർ ഒന്ന് കേൾക്കൂ. ഞാൻ ചോദിക്കുന്നത്, സംഘപരിവാറിനെതിരെ എല്ലാവരും എഴുതുന്നു,
സംഘപരിവാറിനെതിരെ എഴുതുന്നവർക്ക് ഭീഷണി ഉണ്ടെന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിട്ട് സംരക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൽ നിന്നാണോ ഭീഷണി അവർക്ക്? അല്ല, അത് ആ ഭീഷണി ആരിൽ നിന്ന്? കോൺഗ്രസിൽ നിന്നല്ല. ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു അടവായി എടുക്കും. കാരണം അവർക്ക് മറ്റൊന്നും പറയാനില്ല. ഗവൺമെന്റിനെ എതിർക്കാൻ വേറൊന്നുമില്ല. അതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്താണ് ഇത് കൊടുക്കുന്നില്ല, സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, ഇങ്ങനെ കുറെ സ്ഥിരം ഡയലോഗുകൾ ഉണ്ടല്ലോ. അത് പറയണമെങ്കിൽ ഇങ്ങനെ ചില വധം നടക്കണം. അതിന്റെ പ്ലാനിങ് നടത്തുന്നവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ആ പ്ലാനിങ് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അല്ല, കർണാടകയിലെ BJP MP ദേവരാജ് പറഞ്ഞത് എന്താണെന്ന് ശശികല ടീച്ചറിന് അറിയാമല്ലോ. RSSനും സംഘപരിവാറിനും എതിരെ പറയുകയും എഴുതുകയും ചെയ്തിരുന്നില്ലെങ്കിൽ ഗൗരി ലങ്കേഷ് ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അത് നമ്മളൊക്കെ കേട്ടതല്ലേ? അദ്ദേഹം പറഞ്ഞതിന്റെ അഭിപ്രായം അദ്ദേഹത്തോട് ചോദിക്കൂ. അല്ല, അതെ, ലോകത്ത് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥയല്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സാമാന്യ ബുദ്ധിയുള്ള സാധാരണക്കാരുമായി മാത്രം സംവദിക്കുന്ന ഒരു സാധാരണക്കാരിയാണ്. ആ സാധാരണക്കാരിയായി എന്നെ കണക്കിലെടുക്കണ്ട. അത്തരം കാര്യങ്ങളൊക്കെ അവരുമായി അവർ പറഞ്ഞ ഞാൻ അതിന്റെ പൊതുവായ കാര്യം. അപ്പോൾ ഈ ഭീഷണിയുള്ളത് സംഘപരിവാറിൽ നിന്നാണ്. കൊല ചെയ്യപ്പെട്ട ശേഷം അതിനെ പ്രകീർത്തിക്കുന്നത് സംഘപരിവാറാണ്. സ്വാഭാവികമായും എഴുത്തുകാർക്കെതിരെ ഇത്തരം ഭീഷണിയുള്ളത് സംഘപരിവാറിൽ നിന്നായിരിക്കെ ഞാൻ സംഘപരിവാറിന്റെ ഭാഗമാണ്, കേരളത്തിലെ സംഘപരിവാറിന്റെ ഭാഗമാണ്. ഇവിടെ ഞങ്ങൾ അത്തരത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അത്തരം ഒരു കാര്യവും ഞങ്ങളെ ആരും അറിയിച്ചിട്ടുമില്ല. ഇത് സംഘപരിവാർ ചെയ്യുന്നതല്ല. കാരണം എതിർക്കുന്നവരെ കൊല്ലാനാണെങ്കിൽ ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു. അതല്ല ഹിന്ദുത്വത്തിന്റെ രീതി, അതല്ല സംഘപരിവാറിന്റെ രീതി. ഇത് VD സതീശൻ എന്ന ഏക വ്യക്തി അദ്ദേഹം കാട്ടിക്കുട്ടിയ നാടകത്തിൽ ഏഷ്യാനെറ്റിന്റെ ഒരു എന്താണ് പറയുക കോമാളിയാക്കി അവതരിപ്പിച്ചു. അതാണ് നടന്നത്. അല്ല, ഇതേ പരാതി VD സതീശന് മാത്രമല്ല DYFIക്കും ഉണ്ടല്ലോ. ഇതിലേക്ക് ഇവിടേക്ക് പോണ്ട. അത് പിന്നെ DYF ഇവിടെ അങ്ങനെ ഇറങ്ങിയില്ലെങ്കിൽ മതേതരന്മാരാവില്ലല്ലോ. ഒരു കാരണം അല്ലെങ്കിൽ ഗോള് മറ്റൊരു മുസ്ലിം വോട്ട് മറ്റൊരു കൊണ്ടുപോയില്ലേ? അപ്പൊ ഉടനെ ചാടി വീഴണ്ടേ? അത് നമ്മളെ ഒപ്പം ഗോളടിച്ചുകൊണ്ട് പോകില്ലേ ആ കാര്യങ്ങളിലൊക്കെ? ഒരു നിമിഷം ശശികല ടീച്ചർ, DYFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അരുൺകുമാർ ഇവിടെയുണ്ട്. ജില്ലാ സെക്രട്ടറി കൂടിയാണ് എറണാകുളം. അദ്ദേഹത്തിന് ടീച്ചറിനോട് എന്തോ ഈ വിഷയത്തിൽ ചോദിക്കാനുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലെത്തി, ഇപ്പോൾ ചാനലുകളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗം ലൈവായി തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ വാചകങ്ങൾ കൃത്യമായിട്ട് കേരളത്തിലെ മതേതര എഴുത്തുകാരുടെ പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മതേതര എഴുത്തുകാർക്കുള്ള ഏറ്റവും വലിയ ഭീഷണി നിങ്ങളെല്ലാം കൊല ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വലിയ നിങ്ങളുടെ മരണം അന്ത്യം എത്തിയിരിക്കുന്നു എന്നുള്ള രൂപത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന പ്രതിവിധി ചെയ്യൂ എന്ന് പറഞ്ഞ് അത് ചാനലുകളും സോഷ്യൽ മീഡിയയും എല്ലാം ചർച്ചയാക്കിയപ്പോൾ അതിലേതായാലും ടീച്ചർ കൊണ്ടുവന്ന ഈ ന്യായീകരണം ഏതായാലും വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം ടീച്ചർക്ക് ഉരുളാൻ കഴിയുമെന്ന് ഇപ്പോൾ ഈ മറുപടി കേട്ടപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ ജയരാജൻ്റെ കർണാടകത്തിലെ MLAയുടെ പ്രസ്താവന വന്നല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ, RSSനും സംഘപരിവാറിനുമെതിരെ എഴുതാതിരുന്നുവെങ്കിൽ ഗൗരി ലങ്കേഷ് ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് കൊല ചെയ്തത്, എന്തിനാണ് കൊല ചെയ്തത്? അങ്ങനെ എഴുതാതിരുന്നെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായി സന്ദേശം അതിലുണ്ട്. അതേ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ സാധാ എഴുത്തുകാരോടല്ല ഭീഷണി, മതേതര എഴുത്തുകാരെ പേരെടുത്തു പറഞ്ഞ് ഇന്ന ആളുകളെന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഓടെ മതേതര എഴുത്തുകാരുടെ മുഴുവൻ ജീവന് വില പറയുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഈ പ്രസംഗമല്ലാതെ തെളിവ് എന്തിനാണ്? കൃത്യമായി ഇതിൽ വിചാരണ നടന്നാൽ ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ തന്നെ പ്രതിസന്ധിയിലാകുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ പ്രസംഗത്തെ മാറ്റിവെച്ച് ന്യായീകരണം കണ്ടെത്തുന്നത് വളരെ വിചിത്രമാണെന്നാണ് DYFIയുടെ അഭിപ്രായം. കേൾക്കുന്നുണ്ടോ ശശികല ടീച്ചർ? കേൾക്കുന്നുണ്ട്. മറുപടി പറയാം. DYFI സഹോദരന്റെ വാദഗതികൾ കേട്ടു. കേസെടുത്തോട്ടെ. DYFIയുടെ നേതാവാണല്ലോ ആഭ്യന്തരമന്ത്രി. അതുകൊണ്ട് കേസെടുക്കട്ടെ, വിചാരണ എത്തട്ടെ. നീലകണ്ഠൻ, ഒരു സംശയമുണ്ട് ടീച്ചർ, ഇപ്പോൾ ടീച്ചറാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ചോദിക്കണതാ, മതേതര എഴുത്തുകാർ ആരാണ് എന്ന് നമുക്കറിയില്ല. കാരണം ടീച്ചറാണ് ആളുകളെ മതേതരന്മാർ അല്ലാത്തവർ എന്ന് വേർതിരിച്ചത്. അതപ്പോൾ ടീച്ചറുടെ ഭാഗത്ത് പറയട്ടെ, അതവിടെ നിൽക്കട്ടെ. ഈ മതേതരർ എന്ന് പറയുന്ന എഴുത്തുകാർക്കും കലാകാരന്മാർക്കുമെതിരെ ഇന്ത്യയിൽ ആരിൽ നിന്നാണ്, ചില മറ്റ് വർഗീയവാദികളിൽ നിന്നും കിട്ടിയിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ ആമിർ ഖാൻ ആയാലും ഷാരൂഖ് ഖാൻ ആയാലും എം ഹുസൈൻ ആയാലും അതുപോലെ നിരവധി പേർക്ക് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറഞ്ഞത് എന്തായാലും കോൺഗ്രസ്സുകാരല്ല, DYFIക്കാരല്ല, ആം ആദ്മിയല്ല. അത് പറഞ്ഞത് ടീച്ചർ ചിലപ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറയായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യയിൽ ഇപ്പോൾ നേരത്തെ സോഷ്യൽ മീഡിയയിലെ കോണ്ടെക്സ്റ്റിൽ കൃത്യമായി വന്നിട്ടുള്ളതാണ്. ഇന്ത്യയിൽ വേറെ ആരിൽ നിന്നാണ് അവർക്ക് ഭീഷണി ഉള്ളത്? അപ്പോൾ ഭീഷണി ഉണ്ടെങ്കിലല്ലേ മരിക്കുള്ളൂ.
അതാണ് ചോദ്യം. ഞാൻ ഇടപെട്ടോട്ടെ പറഞ്ഞോളൂ. സഹോദര, അങ്ങനെ ഭീഷണി മുഴക്കാനാണെങ്കിൽ ഇവിടുത്തെ കോളേജുകളിലെ മാഗസിൻ എഡിറ്ററെ തൊട്ട് വേണ്ടേ? കാരണം സംഘപരിവാറിനെയോ ഹിന്ദുത്വത്തെയോ ഉലഭ്യം പറയാതെ നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു കോളേജ് മാഗസിൻ ഇറങ്ങുമോ? ഒരു ഹൈസ്കൂൾ മാഗസിൻ ഇറങ്ങാൻ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പൊ ആള് കൂടുതലായതുകൊണ്ടാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പൊ ഇതൊക്കെ വായിച്ച് ഞങ്ങൾ ഇതിലൊക്കെയാണ് വളരണത്. കാരണം ഈ എഴുതുന്ന കൈകൾക്കും എഴുതിപ്പിക്കുന്ന കൈകൾക്കും ഒക്കെ നാളെ ചിന്തിക്കാൻ കഴിയും. എന്തുകൊണ്ട് ഞങ്ങളോട് യേശുവിനെ മോശമായി ചിത്രീകരിച്ചപ്പോൾ ഡിവൈഎഫ്ഐ തലയൂരി, മുഹമ്മദ് നബിക്കെതിരെ പറഞ്ഞപ്പോൾ ഡിവൈഎഫ്ഐ തലയൂരി, ആളെ പുറത്താക്കി തടിയെടുത്തു. എന്നാൽ സരസ്വതി ദേവിക്ക് നഗ്നയാക്കി വെച്ചപ്പോൾ പിന്തുണയ്ക്കാൻ ആളുണ്ടായി. കാളവാല് പൊക്കുന്ന കണ്ടാൽ സമൂഹത്തിന് മനസ്സിലാവും എന്തിനാണ് എന്നുള്ളത്. അപ്പൊ വെറുതെ വീണ് ഉരുളണ്ട, തട്ടിയെടുത്ത് വീണടത്തുനിന്ന് ഉരുളാം, സ്വയം വീണ് ഉരുളരുത്. ആരാ ടീച്ചറെ പൂജ കഴിക്കേണ്ടത്? ഇപ്പോ ആരൊക്കെ കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ടീച്ചറുടെ ലിസ്റ്റിലുണ്ടോ? സ്നേഹമുള്ളവരോടാണ് പറയാ. അല്ല, അതേ ചോദിച്ചാൽ ആരാണെന്ന് ഒരു ഒന്ന് രണ്ട് പേരുണ്ടോ ടീച്ചറുടെ? അതറിയാം. ഞാൻ എനിക്ക് സ്നേഹമുള്ളവരുടെ പേരിലെ മൃത്യുഞ്ജയോമം നടത്തുള്ളൂ. കൊല്ലാനുള്ളവരോട് ചാവാനല്ലേ പറയുക? അല്ല ടീച്ചറെ, ടീച്ചർ പറഞ്ഞ ലിസ്റ്റിൽ ആരെങ്കിലും ഉണ്ടോന്ന്, ടീച്ചർക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അതാ പറഞ്ഞ ഈ മതേതരം എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവന്റെ വില. കാരണം അത് നിങ്ങളുടെയൊക്കെ അല്ല ടീച്ചർ, ഇതിലൊരു അത്ഭുതപ്പെടുത്തുന്നത് ഈ കോൺഗ്രസ്സുകാരിൽ നിന്ന് ഇവർക്ക് എന്ത് ഭീഷണിയാണ് ഇത് ഇന്ത്യയിലോ കേരളത്തിലോ ഉള്ളത്? ഒരു കേസ് പറയാമോ? കോൺഗ്രസ്സുകാർ അല്ല, ഇത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ഇത് നടന്നത്? ഈ കൽബുർഗി ആണെങ്കിലും ഇതാണെങ്കിലും നടന്നത്. ആയിക്കോട്ടെ, അതിലൊരു കോൺഗ്രസ്സുകാരനെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുകയോ FIR രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന്റെ ഭീഷണി അവർക്ക് ഉണ്ടായിരുന്നതായി ഒരു പരാതിയുമില്ലല്ലോ. ഒരു ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു കൃത്യം ചെയ്യിക്കാൻ സ്വന്തം പ്രവർത്തകനെ ഉപയോഗിക്കില്ല. പാർട്ടിയുടെ പേരിലുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. പാർട്ടി ഭരിക്കുമ്പോൾ നടക്കുന്നു. പ്രതികൾ ഇപ്പോഴും നിഴലിൽ നിൽക്കുന്നു, തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്നു, പ്രചരണം കൊഴുക്കുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഗാന്ധിജിയുടെ വധം നടക്കുന്ന സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? അപ്പൊ ആ പ്രധാനമന്ത്രിയുടെ പാർട്ടിയായിരുന്നോ? ആ പ്രധാനമന്ത്രിയുടെ പാർട്ടിയായിരുന്നോ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്? മരിച്ചോട്ടെ എന്ന് നെഹ്റു തീരുമാനിച്ചു. അല്ല, നെഹ്റു ആയിരുന്നോ ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത്? അല്ല, നെഹ്റു തീരുമാനിച്ചു ഗാന്ധി മരിച്ചോട്ടെ എന്ന്. കാരണം സെക്യൂരിറ്റി കൊടുക്കണമായിരുന്നു. അല്ല ടീച്ചർ, ഇത് വിചിത്രവാദമാണ്. അതായത് ഞാൻ ആവർത്തിച്ച് നമുക്ക് അതിന്റെ ഗൗരവത്തിൽ തന്നെ സംസാരിക്കാം. ഒറ്റ കാര്യമേ ഉള്ളൂ. കോൺഗ്രസ് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നോ? ഗൗരി ലങ്കേഷിനുണ്ടായിരുന്നോ? കൽബുർഗിക്കുണ്ടായിരുന്നോ? പൻസാരക്കുണ്ടായിരുന്നോ? ആർക്കാണ് കോൺഗ്രസ്സുകാരിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നത്? കോൺഗ്രസിനെ ഞാൻ ഏതെങ്കിലും തരത്തിൽ മഹത്വവൽക്കരിച്ച് പറയുന്നതല്ല. ഇത് ആരാണിത് ചെയ്തത് എന്നത്, അത് കോൺഗ്രസ് ആണ് ചെയ്തത് എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും വിവരങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടോ? സനാതൻ സംസ്ഥയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതാണല്ലോ. ഉണ്ട്. അപ്പോൾ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് ഇത് ചെയ്യും. അതുകൊണ്ട് കോൺഗ്രസ്സുകാരിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി മൃത്യുഞ്ജയ ഹോമം ശിവക്ഷേത്രത്തിൽ നടത്തണമെന്ന് പറയുന്നത് അത് തന്നെയാണ് പറഞ്ഞത്. കാരണം വില കുറഞ്ഞ രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്നുണ്ട്. അധികാരമില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. ശരി, നമുക്ക് അത് ഈ ചർച്ചയെ അധികം അങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. നന്ദി ടീച്ചർ പ്രതികരിച്ചതിന്. ശ്രീ JR പത്മകുമാർ, ഇവിടെ ഇപ്പോൾ നമുക്ക് കുറെ കൂടി വിശാലമായ വിഷയത്തെ സമീപിച്ചാൽ, കർണാടകയുടെ കാര്യത്തിൽ പറഞ്ഞാൽ ദേവരാജിന്റെ പ്രസംഗം, ദേവരാജ് പരസ്യമായി പറഞ്ഞു ഗൗരി ലങ്കേഷ് കൊല്ലപ്പെടില്ലായിരുന്നു, RSSനെതിരെ പറയുകയും എഴുതുകയും ചെയ്യാതിരുന്നിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം കേരളത്തിലേക്ക് വരുമ്പോൾ ഇത് കോൺഗ്രസ്സുകാർ ചെയ്യിച്ചു, കോൺഗ്രസ്സുകാരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ഇത്തരം ഒരു കൊലപാതകം അവർക്ക് ആവശ്യമായിരുന്നു എന്ന് KP ശശികല പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗമായതുകൊണ്ടാണ് BJP നേതാവായ താങ്കളോട് അതിൽ മറുപടി ചോദിക്കുന്നത്. കോൺഗ്രസ് ആണ് ഇതൊക്കെ ചെയ്തത് എന്നതാ ശശികല ആവർത്തിക്കുകയാണ്. എന്തെങ്കിലും അടിസ്ഥാനം, ഏതെങ്കിലും തരത്തിൽ തെളിവുകളുടെയോ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ അത്തരം ഒരു പരാമർശം നടത്താൻ കഴിയുന്ന സാഹചര്യമില്ലല്ലോ. അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് ഹീനമായ പ്രവർത്തനവും ചെയ്യുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് നെഹ്റു തൊട്ട് താഴെ അവസാനം ഉമ്മൻചാണ്ടി വരെയുള്ള ആളുകളുടെ പ്രവർത്തനം നിങ്ങൾ വിലയിരുത്തി നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ അതിന് സമയമല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. കർണാടകയിലെ MP പറഞ്ഞത് RSSനെതിരായിട്ട് ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ BJPക്കും RSSനും എതിരായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാക്കണമെങ്കിൽ ആരാണ് BJPക്ക് RSSനെതിരെ നിൽക്കുന്നത് അവരെ വകവരുത്തിയാൽ മതി. അതിന് വ്യത്യസ്ത താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും.
അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ പറഞ്ഞതും അത് തന്നെയാണ്. ഇവിടെ വോട്ട് രാഷ്ട്രീയം ഉണ്ടല്ലോ, ന്യൂനപക്ഷ വോട്ടിന്റെ രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഈ കോൺഗ്രസിന്റെ ഇവിടുത്തെ കുറെ റാഡിക്കൽ ഗ്രൂപ്പുകൾ CPM-ന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്, CPM-ന്റെ കുപ്പായം ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടുതൽ ആവേശത്തോടെ എടുത്തിടാൻ വേണ്ടിയിട്ട് VD സതീശൻ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കാനുള്ളത്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര കാലമായി ഈ ഹിന്ദുത്വ ശക്തികൾക്കെതിരായിട്ട് പ്രചരണം നടത്തിയിട്ടുണ്ട് ഈ പല ആളുകളും. സാംബശിവനെ ഉപയോഗിച്ച് വ്യാസനും കാറൽ മാർക്സും എന്ന് പറഞ്ഞ് നാടകം നടത്തി, അല്ലെ, കഥാപ്രസംഗം നടത്തി. KPCA ഉപയോഗിച്ചുകൊണ്ട് ഭഗവാൻ കാലുമാറുന്നു എന്ന് നാടകം നടത്തി. ഇതൊക്കെ നടത്തിയിട്ടും ഭഗവാനും കാലുമാറിയില്ല, ആ ശക്തികളും ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല എന്നുള്ള ഇതൊക്കെ ലക്ഷ്യമിടുന്നത് ഹിന്ദു സമൂഹത്തെയും ഹിന്ദു സംസ്കാരത്തെയും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരുന്നു. അതിലൊന്നും യാതൊരു സംശയമില്ല. പിന്നെ ഈ ഇപ്പൊ അസഹിഷ്ണുത വച്ചു പുലർത്തുന്നത് സംഘപരിവാർ പ്രസ്ഥാനമാണ് എന്നൊരു പ്രചരണമുണ്ട്. അല്ല, ശ്രീ ജി ആർ പത്മകുമാർ, ഇക്കാര്യത്തിൽ KP ശശികലയോട് ചോദിച്ച കാര്യമേ താങ്കളോട് ചോദിക്കാനുള്ളൂ. രാജ്യത്തെ എഴുത്തുകാർക്ക് പോലീസ് സംരക്ഷണം വേണമെന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ്സുകാരിൽ നിന്നാണ് ആ പോലീസ് സംരക്ഷണം എന്നത് നമുക്ക് ഏത് നിലയ്ക്കാണ് കാണാൻ കഴിയുക? ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭീഷണിയാണോ ഉണ്ടായിരുന്നത്? എന്നാൽ തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന ആളുകളും ചില സംഘടനകളും ഇത്തരത്തിൽ എഴുതുന്നവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഭീഷണി അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഗൗരി ലങ്കേഷിന്റെ മരണത്തിന് ശേഷം നവമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ചർച്ചകളിൽ സംഘപരിവാർ ആഭിമുഖ്യം പുലർത്തുന്നവർ സ്വീകരിച്ച നിലപാട് എന്താണ്? അതൊന്നും കാണാതിരിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുക. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ ഒരു ധർമ്മസങ്കടത്തിലാണ്. ഇവരെ എതിർക്കുക മാത്രമല്ല, എതിർക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ചുമതലയെ കൂടി ഞങ്ങളുടെ പിടലിൽ വന്നിരിക്കുക. കാരണം എന്താ, ഞങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ അവർ മതേതരത്വമായി അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് BJP സംഘപരിവാർ പ്രസ്ഥാനത്തിലെ പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ പറ്റിയ സാഹചര്യമാണ് ചില റാഡിക്കൽ ഗ്രൂപ്പുകൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട ചുമതലയെ കൂടി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ സനാതൻ സംസ്ഥയൊക്കെ പോലെയുള്ള അല്ല, അവരെ തള്ളി പറയണം, അവരെ തള്ളി പറയുന്നില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ഗോ സംരക്ഷകരുടെ കാര്യത്തിൽ എന്നാണ് നിങ്ങളൊരു നിലപാടെടുത്തിട്ടുള്ളത്? ഈ സനാതൻ സംസ്ഥ പോലെയുള്ള തീവ്ര സംഘടനകളോട്, ആ സംഘടനകളോട് എന്ത് നിലപാടാണ്? തള്ളി പറയാൻ തയ്യാറുണ്ടായിരുന്നു, തള്ളി പറഞ്ഞിട്ടില്ലല്ലോ BJP. ആര് പറഞ്ഞു? നമ്മുടെ നേതൃത്വം പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞു. എപ്പോൾ പറഞ്ഞു? പ്രധാനമന്ത്രി എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഗോസംരക്ഷണ വിഷയത്തിൽ നടത്തുന്ന ആക്രമണങ്ങളെ പറ്റി പ്രതികരിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളിലും ട്വീറ്റ് ചെയ്യുന്ന പ്രധാനമന്ത്രി എത്ര നാളുകൾക്ക് ശേഷമാണ് ഇത് ഇത്തരത്തിലുള്ള കൃത്യങ്ങളെ അപലപിച്ചിട്ടുള്ളത്? ശ്രീ A. ഷുക്കൂർ, ഇക്കാര്യത്തിൽ കോൺഗ്രസിനെതിരെയുള്ള ആരോപണങ്ങൾ, അതായത് ഇതൊക്കെ കോൺഗ്രസ് ഇപ്പോൾ ഗൗരി ലങ്കേഷിന്റെ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളിൽ മറുപടി പറയേണ്ടി വരുന്നത് കോൺഗ്രസിനാണ്. താങ്കൾക്ക് നേരിട്ട് മറുപടി പറയാൻ കഴിയുമോ എന്നറിയില്ല. കർണാടകയിലെ സർക്കാരിന് ഈ പ്രതികളെ പിടിക്കാൻ കഴിയുന്നില്ല എന്നത് വലിയ രാഷ്ട്രീയ പരാജയമല്ലേ? കൽബുർഗിയുടെ കാര്യത്തിലും ഈ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതാ ഇവിടെയും ഈ പ്രതികൾ സമർത്ഥമായി ഒളിച്ചു കിടക്കുകയാണ്. ആ പ്രതികളെ പിടിക്കാത്തിടത്തോളം കാലം അതിൻ്റെ ഉത്തരവാദിത്വം സംഘപരിവാറിനുണ്ടാവില്ല. ശശികല ടീച്ചറെ പോലുള്ളവർ ഇത് കോൺഗ്രസ്സുകാർ ജയിച്ചതാണെന്ന് പറയുകയും ചെയ്യും. വിജയകുമാറെ, ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച പറ്റിയാൽ ആ വീഴ്ച തന്നെയാണ്, അതിനുള്ള ശിക്ഷ ഗവൺമെൻറ്റുകൾ അനുഭവിക്കുകയും വേണം. അത് കോൺഗ്രസ് ഗവൺമെൻറ് ആയാലും അനുഭവിക്കേണ്ടി വരും, അത് BJP ഗവൺമെൻറ് ആണെങ്കിലും അനുഭവിക്കേണ്ടി വരും, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഗവൺമെൻറ് ആണെങ്കിലും അനുഭവിക്കേണ്ടി വരും. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമാണ്. ഗൗരി ലങ്കേഷിന്റെ വധുവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആര് എന്നുള്ളത് തെളിയാൻ പോകുന്ന കാര്യമാണ്. എത്രമാത്രം ഉരുണ്ട് കളിച്ചാലും പത്മകുമാറിനെ പോലുള്ളവർ എത്ര കള്ളം വിളിച്ചു പറഞ്ഞാലും ശശികല ടീച്ചറിനെ പോലുള്ളവർ എത്ര തീവ്രമായി സംസാരിച്ചാലും നമ്മുടെ നാട്ടിൽ കാണാൻ പോകുന്ന കാര്യമാണ്. ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരാൻ പോവുകയാണ്. ഏതായാലും അന്വേഷണം നടക്കുകയാണ്. 2-3 നമ്മുടെ സാഹിത്യ നേതാക്കളെ, സാംസ്കാരിക നായകന്മാരെ കൊലപ്പെടുത്തിയ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൻ്റെ അന്വേഷണത്തെ എവിടെ വന്നു നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. നേരത്തെ പറഞ്ഞ സംഘപരിവാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകൾ പ്രതിക്കൂട്ടിലായതും നമുക്കറിയാം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഈ കൊലപാതകം സംബന്ധിച്ചുള്ള ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമൂഹത്തിന്റെ മുൻപാകെ ശശികല ടീച്ചറെ പോലുള്ളവർ വന്നിട്ട് മതേതരവാദികളായ എഴുത്തുകാർ സൂക്ഷിച്ചോളണം, ഗൗരി ലങ്കേഷിനുണ്ടായ അനുഭവം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞത് തന്നെ എന്തിനെയാണ് എന്നുള്ളത്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അത് കോൺഗ്രസ്
കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാൽ കാര്യമില്ല. ഏതായാലും കോൺഗ്രസ് ഭരണത്തിലില്ല, പ്രതിപക്ഷത്താണ്, കർണാടകയിൽ ഭരണപക്ഷത്താണ്. കർണാടകയിലെ ഗവൺമെന്റ് ഇത് സംബന്ധിച്ചുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകുന്നുമുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമൂഹം ഇന്ന് കാണുന്നത്, കേരളീയ സമൂഹം അല്ലെങ്കിൽ രാജ്യത്തെമ്പാടുള്ള ഭാരതീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് നിഷ്ക്രിയമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരം കൊലപാതകങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും നിരവധി തവണ രക്ഷകരെന്ന് പറഞ്ഞ് നടത്തുന്ന അക്രമങ്ങളെയും അത്രയും നരനായാട്ടുകളെയും അതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും BJPയുടെ നേതാക്കന്മാർ അതിനെ ന്യായീകരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ എത്ര മറക്കാൻ ശ്രമിച്ചാലും എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. ഇത് ജനമധ്യത്തിൽ അറിയും. ഏതായാലും ഇതിന്റെ ഉദ്ദേശം വോട്ട് തന്നെയാണ്. പത്മകുമാറിനെ പോലുള്ളവർ വോട്ട് തട്ടിയെടുക്കാൻ, കുതിരക്കച്ചവടം നടത്താൻ, കൊള്ള നടത്താൻ, അതിന് എത്ര പണം ഒഴുക്കേണ്ടി വന്നാലും അധികാരം പിടിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് 2-3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വഴി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സന്ദർഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എന്ത് തീഷ്ണമായ എന്ത് തീവ്രവാദത്തിനും നേതൃത്വം കൊടുക്കും എന്നുള്ളതിന്റെ പ്രകടമായ തെളിവാണ് ഇവിടെ ശൈലജ ടീച്ചറിന്റെയും ശശികല ടീച്ചറിന്റെയും പത്മകുമാറിന്റെയും അടക്കമുള്ള ആളുകളുടെ വാദഗതികൾ. ഒരു തർക്കവും വേണ്ട. ഒരു കാര്യമുണ്ട്, അതായത് വലിയ ധർമ്മസങ്കടത്തിലാണ് BJP. റാഡിക്കൽ ഗ്രൂപ്പുകളെ തള്ളിപ്പറയാനും പറ്റില്ല, അവരെ കൊള്ളാനും പറ്റില്ല എന്ന് പറയുന്നത്. തള്ളിപ്പറയാൻ പറ്റില്ല, തള്ളിപ്പറയാൻ എന്താണ് ബുദ്ധിമുട്ട്? തള്ളിപ്പറയുക തന്നെയല്ല, ഇതൊന്നും ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറയാൻ അവർക്ക് കഴിയാത്ത. അതെന്താണെന്നറിയോ, അതായത് ഇത്തരത്തിൽ വർഗീയവാദികളുടെ ഒരു ടെക്നിക്ക് ഉണ്ട്. അതിൽ ഒന്ന്, അവർക്ക് അനുകൂലമായൊരു പൊതു അന്തരീക്ഷം ഉണ്ടാക്കുക. ഇപ്പം സാക്ഷി മഹാരാജിനെ പോലെ ഒരാളെ അയച്ചുവിടുക, പ്രജ്ഞ സാധ്വിയെ പോലെ ഒരാളെ അയച്ചുവിടുക, ഈ സംസ്ഥാൻ അല്ലെങ്കിൽ ഹനുമാൻ സേന ഈ മാതിരി ആളുകളെ അങ്ങ് അഴിച്ചുവിടുക. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ ഇവർ വരും. ശശികല ടീച്ചറും ഏതാണ്ട് അതുപോലെ ഒരു യാകാശമാണ്. അപ്പോൾ അങ്ങനെ അഴിച്ചുവിട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് അത് വല്ലാണ്ടാവുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറയുക. ഇപ്പം ഞാൻ ഒരു ഒറ്റ ഉദാഹരണം, തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ രാജേഷ് കൊല്ലപ്പെട്ടത് കേരളത്തിലെ ആളുകൾക്ക്, എനിക്ക് ആര് കൊല്ലപ്പെട്ടാലും വിഷമമുള്ള ഒരാളാണ്. DYFIക്കാരൻ കൊല്ലപ്പെട്ടാലും RSSകാരൻ കൊല്ലപ്പെട്ടാലും ആര് കൊല്ലപ്പെട്ടാലും ഞാൻ അതിനെ എതിർക്കുന്ന ആളാണ്. അതിന് കാണിച്ച ജാഗ്രത പോലും ഗൗരി ലങ്കേഷ് മരിച്ചപ്പോൾ പ്രധാനമന്ത്രിക്കോ അരുൺ ജെയ്റ്റ്ലിക്കോ ഉണ്ടായില്ല. ഈ ഇന്ത്യ മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും എന്ന കാര്യം നോട്ട് ചെയ്യുക. മാത്രമല്ല, ഇപ്പോൾ പത്മകുമാർ പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഇത്, ആരാണ് ഇവർക്കെതിരെ ഇതുവരെ പരസ്യമായി ഈ മതേതര എഴുത്തുകാർ, മതേതരെന്ന് ഞാൻ പറയുന്നില്ല, സത്യസന്ധരായ എഴുത്തുകാർ, കലാകാരന്മാർക്കെതിരെ ആരാണ് വന്നത്? പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ എഴുതുന്ന മുഴുവൻ ഹിന്ദുക്കൾക്കെതിരാണ് എന്ന രൂപത്തിൽ അങ്ങ് ആക്കുക. ഇതിപ്പോൾ എങ്ങനെയാണൊക്കെ ഹിന്ദുക്കൾക്കെതിരാവുക? സംഘപരിവാർ പറയുന്നതാണോ ഹിന്ദുക്കളുടെ വാക്ക്? ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ ഹിന്ദുക്കൾ സംഘപരിവാറിൻ്റെ കൂടി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ്? അപ്പോൾ സംഘപരിവാർ ഞങ്ങൾ ഹിന്ദുക്കളുടെ സംരക്ഷകരാണ് എന്ന് പറയുന്നിടത്ത് തന്നെയാണ് ഇന്ത്യയിൽ മതേതരത്വത്തിൻ്റെ പ്രശ്നമുള്ളത്. അതിൻ്റെ വികാസമാണ് നമ്മൾ ഈ കാണുന്ന വളരെ ഫ്രിഞ്ച്, ഈ പറഞ്ഞ ഫ്രിഞ്ച് ആളുകളെ. ഇപ്പോൾ മംഗലാപുരത്ത് അവർ പറഞ്ഞത് 700 ചില്ലാനും എന്താ പറയുക, ഈ ഇതിൻ്റെ സ്ക്വാഡ് ഉണ്ടായി എന്നാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു പോകുന്നത് പരിശോധിക്കാനുള്ള സ്ക്വാഡ്, 750 സ്ക്വാഡ് ആൻറ്റി റോബി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഉത്തർപ്രദേശിൽ ഗവൺമെന്റ് സ്പോൺസേഡാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ സ്ക്വാഡ് പോയിട്ട് അവിടെ ആശുപത്രിയിൽ ഓക്സിജൻ ഉണ്ടോ എന്ന് നോക്കാൻ പോയിരുന്നെങ്കിൽ കുറെ കുട്ടികൾ മരിക്കില്ലായിരുന്നു. അപ്പോൾ അതിനും സ്ക്വാഡില്ലേ നമുക്ക്? നമ്മുടെ എന്തിനാ ഈ കാർഡടിച്ച് വെടിവെക്കുന്നത്? വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക. നിങ്ങൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ. അല്ല, കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ സഹപ്രവർത്തകല്ലേ സക്രിയ, നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ കൂടെ സഹപ്രവർത്തകനല്ലേ ആസാദ്? ഈ നിങ്ങൾ ഉൾപ്പെടെ തുണിയില്ലാതെ കേരളത്തിൽ ഓടിയില്ലേ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ? നിങ്ങൾ ഉടുതുണിയില്ലാതെ കേരളത്തിലെ പൊതുനിരത്തിൽ കൂടെ ഓടിയില്ലേ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ? ഞങ്ങളാ നിങ്ങളെ ഉപദ്രവിച്ചത്. നിങ്ങൾ എത്രയോ കാലമായി BJP എതിർക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളെ ആരെങ്കിലും ഒരു വാക്ക് വിരൽ കൊണ്ട് നിങ്ങളെ ആക്രമിച്ച കാര്യമായിരിക്കും. ഈ കേരളത്തിൽ ആക്രമിക്കപ്പെട്ടില്ലേ? സക്രിയ ആക്രമിക്കപ്പെട്ടില്ലേ? ആക്രമിക്കപ്പെട്ടില്ലേ? പത്മകുമാറെ, ഒരാൾ, ഞാൻ പറയണത് ഇപ്പൊ CPM ചെയ്യുന്നതിനെ എതിർത്തിട്ടുള്ള ഒരാളിനെ ഞാൻ, പക്ഷേ പ്രശ്നം കേരളത്തിലല്ലേ ഒരു സ്ത്രീയെ മകന്റെ കൂട്ടുകാരനോടൊപ്പം പിടിച്ചു ചേർത്ത് വെച്ച് ഒരു മരത്തിൽ കെട്ടിവെച്ച് ആക്രമിച്ചത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? കടക്കൽ പത്മകുമാറെ അത് സദാചാര കുട്ടികളല്ലേ? നിങ്ങൾ കണ്ടില്ലല്ലോ.
അല്ല അതിനെയൊക്കെ പ്രതികരിച്ചിട്ടുണ്ടല്ലോ. അത്തരം വിഷയങ്ങളൊക്കെ പ്രതികരണം വന്നിട്ടുണ്ടല്ലോ. അതിനെതിരെയൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ചെയ്തില്ലേ എന്നത് ഇവിടെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ അപജയം. അപജയം അല്ലല്ല പത്മകുമാർ, അത് പറയാൻ പാടില്ല. അല്ല സി ആർ നീലകണ്ഠൻ നിങ്ങൾ കേരളത്തിൽ എറണാകുളത്ത് വെച്ച് നടത്തിയ മാനവ സംഗമത്തിൽ നിങ്ങൾ നടത്തിയ പ്രതികരണമൊക്കെ കണ്ട ആളുകളാണ് ഞങ്ങള്. എന്താണ് അവിടെ ഒരു പത്രപ്രവർത്തകൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു ജിഹാദി എഴുന്നേറ്റ് വന്നത് നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോ ഞങ്ങൾ നിങ്ങളെ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തടിയപ്പോഴാണ് ഉണ്ടായത്. അവിടെ പത്മകുമാറെ ഞാൻ പറയട്ടെ, പത്മകുമാർ പറയുന്ന ഏത് തരം ജനാധിപത്യ വിരുദ്ധ ഏത് തരം ജനാധിപത്യ വിരുദ്ധ പ്രവണതയെയും പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ CPM-ന്റെ സുഹൃത്ത് പിടിയിരിക്കേണ്ട കോൺഗ്രസ്സുകാർ ചെയ്താലും CPM ചെയ്താലും പറയും. അത് സക്കറിയും പറയും, ഞാനും പറയും, ആസാദും പറയും, പറയാതിരിക്കാൻ പറ്റില്ല. ജിഹാദ് ചെയ്താലും പറയും. ഇപ്പൊ ഇതേപോലെ തന്നെ ചോദിച്ചോട്ടെ അവിടെ മുസ്ലിം ഭീകരവാദികൾക്കെതിരായി പറഞ്ഞപ്പോ താലി പൊട്ടിക്കാൻ പോകുന്നവരും ചുംബിക്കാൻ പോകുന്നവരും പത്രപ്രവർത്തകനും കമ്മ്യൂണിസ്റ്റുകാരനുമായ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വന്ന് എന്റെ മതത്തെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് അപമാനമുണ്ട്, ഞാൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞപ്പോ CR നീലകണ്ഠനെ പോലുള്ള ഹിന്ദു നാമധാരി അവിടെ ഇരുന്നപ്പോഴാണ് ഫക്ക് ഹിന്ദുയിസം എന്ന് പറഞ്ഞ് ബോർഡ് ഒട്ടിച്ചിരുന്നത്. നിങ്ങൾ എതിർത്തോ? അല്ല പക്ഷേ ഞാൻ ചോദിക്കണത്, ഞാനിപ്പോ എപ്പോഴും പറയുന്നു, അവിടെ തന്നെയാണ് പ്രശ്നം. ഒരു വർഗീയവാദത്തിനെ വേറൊരു വർഗീയവാദം കൊണ്ട് ഈ രാജ്യത്ത് നേരിടാൻ പറ്റുമോ? അവിടെയാണ് മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നത്. നിങ്ങൾ ചില വർഗീയവാദത്തെ എതിർക്കുകയും താലോലിക്കുകയും ചെയ്യുന്നതാണ് നിക്കോ. സൽമാൻ റഷ്ദിക്കെതിരെ ഭീഷണി വന്നപ്പോഴും ഞങ്ങളൊക്കെ രംഗത്ത് വന്ന ആളുകളാ. സൽമാൻ റഷ്ദിക്കെതിരെ ആരാ ഭീഷണി വരുത്തിയെന്ന് ഇദ്ദേഹത്തിന് അറിയാലോ. അല്ലെങ്കിൽ നമ്മുടെ ബംഗ്ലാദേശ് തസ്ലീമ നസ്രീനെതിരെ വന്നപ്പോഴും നമ്മൾ അതിനോട് പ്രതികരിച്ച ആളുകളാണ്. എം എഫ് ഹുസൈന്റെ കാര്യത്തിലും ചെയ്തതാ. കാരണം അവിടെയാണ് പത്മകുമാറെ ഇതിലെ പ്രശ്നം. അങ്ങനെ പറയുമ്പോൾ അവർ ചെയ്യുന്നില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുമെന്ന ആ ചെയ്ത്തിനാണ്, അതിനാണ് ചോദിച്ചോട്ടെ, ഗുരുവായൂരപ്പൻ കോളേജിലെ മാഗസിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം അല്ല. ഗുരുവായൂരപ്പൻ കോളേജിലെ മാഗസിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം അല്ല. എല്ലാ സ്ഥലത്തും ഞാൻ ചെന്നോന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മൾ അറിഞ്ഞ സ്ഥലങ്ങളിൽ കൃത്യമായി നിലപാടെടുത്തിട്ടുണ്ട്. തസ്ലീമ നസ്രീന്റെ ഇരട്ടത്താപ്പുണ്ട്. ആ ഇരട്ടത്താപ്പ് കേരളത്തിലെ ഹിന്ദു ആചാരങ്ങളെയും എതിർക്കാൻ വേണ്ടി മാത്രമാണ്. എഡിറ്റേഴ്സ് അവസാനിക്കുന്നു. നമസ്കാരം.